എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കട്ട് ഓഫ് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചും പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളതിന് എന്താ ഒരു ക്ലെയിംസ് ഒന്നും സാറേ, അപ്പോൾ നമുക്കിപ്പം നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നീറ്റിൽ എത്ര മാർക്കിനായിരിക്കും കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് വരിക? ഇപ്പം നമ്മൾ ടോപ്പ് റാങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ നീറ്റ് 2025 MBBS അഡ്മിഷൻ കിട്ടാനുള്ള ഗുഡ് ഫോർച്യൂൺ ഉണ്ടാകുന്ന ഏറ്റവും ലോവസ്റ്റ് സ്കോർ എന്തായിരിക്കും? നീറ്റ് 2025 പരീക്ഷ നടന്നതിന് ശേഷം 25ഓളം ദിവസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. സാറേ, പരീക്ഷ ഒരുപാട് സർപ്രൈസുകളുള്ള പരീക്ഷയായിരുന്നു ഇത്തവണത്തെ നീറ്റ് എക്സാമിനേഷൻ. ഒരുപാട് അൺയൂഷ്വാലിറ്റികളുള്ള പരീക്ഷയായിരുന്നു. അപ്പം പരീക്ഷ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിയുമ്പം എന്താണ് നമ്മുടെ കുട്ടികളുടെ സൈഡിൽ നിന്ന് സാറിന് കിട്ടുന്ന ഇൻഫർമേഷൻ? അത് ഇപ്പോൾ നിഖില് ചോദിച്ച കാര്യം, അത് സർപ്രൈസുകളുള്ള പരീക്ഷ അല്ലെങ്കിൽ അൺയൂഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മുൻകാലങ്ങളിലെ പരീക്ഷ എഴുതി, അതായത് ബിഫോർ 2013 നീറ്റ് എക്സാമിനേഷൻ ആവുന്നതിന് മുമ്പ് ഇതേ രീതിയിലൊക്കെ തന്നെയായിരുന്നു പരീക്ഷകൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഡ്യൂ കോഴ്സ് നീറ്റ് എക്സാമിനേഷൻ ആക്കിയതിന് ശേഷം കുറച്ചുകൂടി ജനകീയമാക്കുന്ന രീതിയിൽ പരീക്ഷ വന്നു. മോസ്റ്റ്ലി ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്ച്വൽ ആയിട്ടുള്ള കോണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രാവശ്യം അതിൽ നിന്ന് ഒക്കെ വ്യതിരിക്തമായി ചോദിച്ചതുകൊണ്ട് അൺയൂഷ്വാലിറ്റി അല്ലെങ്കിൽ സർപ്രൈസ് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ നമ്മുടെ കുട്ടികളോടൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പം ചിലവർക്ക് അത് ഡിഫിക്കൽട്ടായിരുന്നു, ചിലവർക്ക് ഈസി ആയിരുന്നു പറയുന്നവരുണ്ട്, ചിലവർക്ക് മോഡറേറ്റ് ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഈസി ആയിരുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഡിഫിക്കൽട്ടി എന്ന് കുട്ടികൾ പറയുമ്പോൾ പോലും ഡിഫിക്കൽട്ടി നോട്ട് ഇൻ ദ സെൻസ് ദാറ്റ് ദേ വെയർ നോട്ട് ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, ബട്ട് ദെൻ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നും. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഷാലോ ആയിട്ട് പഠിച്ചു പോയാൽ മാത്രം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല ചോദ്യങ്ങൾ. ഇൻഡെപ്ത് സബ്ജക്റ്റ് പഠിച്ചു പോയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് കൊണ്ട്, അത് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സർപ്രൈസിങ് ആയിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തത്. ഇതുവരെ അവർ IIT പ്രോഗ്രാം കോർഡിനേറ്റർ, അപ്പോൾ നിഖിലിനറിയാമല്ലോ, അതായത് സാധാരണ നീറ്റ് എക്സാമിനേഷനിൽ ഒരിക്കലും മൾട്ടി കോൺസെപ്റ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജനറലി ചോദിക്കപ്പെട്ട് കണ്ടിട്ടില്ല. മൾട്ടി കോൺസെപ്റ്റൽ ആൻഡ് മൾട്ടി സ്റ്റേജ് ക്വസ്റ്റ്യൻസ് ഇത് സാധാരണ ചോദിക്കപ്പെട്ടിട്ടില്ല നീറ്റിൽ. പക്ഷേ ഈ പ്രാവശ്യം അതും ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനറലി കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വളരെ ഗൗരവത്തോടുകൂടി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോവുക. താരതമ്യേന ഒരു ഈ നീറ്റ് ആസ്പിറൻസ് ആയതുകൊണ്ട് തന്നെ ബയോളജി അവർക്ക് ഇച്ചിരി വഴങ്ങുമെന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ബയോളജി ജനറലി ലൈറ്ററായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ ബയോളജിയിൽ പോലും ഇപ്പം ഇരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആലോചിച്ചെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ എന്നുള്ള മറ്റുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയണത്, സർപ്രൈസിങ് അല്ലെങ്കിൽ അൺയൂഷ്വാലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം. ബട്ട് ബിഫോർ 2013 നീറ്റ് എക്സാമിനേഷനൊക്കെ വരുന്നതിന് മുമ്പ് നേരത്തെ APMT, അതിന് മുന്നേ PMT സ്ക്രീനിങ്, മെയിൻസ് എന്നൊക്കെയുള്ള കാലഘട്ടത്തിൽ ചോദ്യങ്ങൾ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് ചോദിക്കപ്പെട്ടിരുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ പരീക്ഷ ഏകദേശം ഇതേ രീതിക്ക് തന്നെയായിരിക്കും വരുമെന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ മക്കളൊക്കെ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷനിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട്, കുട്ടികൾ പറഞ്ഞ ധാരണ അനുസരിച്ചിട്ട് MBBS സീറ്റ് കിട്ടാൻ ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും? ആസ് അഗൈൻസ്റ്റ് ദ പ്രീവിയസ് ഇയേഴ്സ് ഇപ്രാവശ്യം നമ്മളുടെ കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചും പാൻ ഇന്ത്യ ലെവലിൽ ഈ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുണ്ടായിട്ടുള്ള നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതും ഒക്കെ വെച്ച് മനസ്സിലാക്കുമ്പം ഇപ്രാവശ്യം വളരെ ഹൈലി പ്രോലിഫറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ജനറലി കുറവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ അവർ എക്സ്പെക്ടേഷൻസ്. അതാണ് ഞാൻ പറയണത്. അതായത് ഒരു ജനറൽ കാറ്റഗറി പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 550 ബിറ്റ്വീൻ 540 ആൻഡ് 550 മാർക്സ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇപ്പോൾ കാറ്റഗറി പറയുകയാണെങ്കിൽ OBC കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ബിറ്റ്വീൻ 500 to 540, 550 മാർക്സിലേക്ക് വരും. പിന്നെ ബാക്കി കാറ്റഗറൈസ് ചെയ്യുന്ന കുട്ടികളിലൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ചും കൂടി മാർക്കിലൊക്കെ തന്നെ ഒരു ബിറ്റ്വീൻ 450 to 500 ഓർ 420 to 500 റേഞ്ചിലൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കട്ട് ഓഫ് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചും പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ മനസ്സിലാക്കിയതെന്ന് നമുക്ക്
പ്രതീക്ഷിക്കേണ്ടത്. സാറേ, അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നീറ്റിൽ എത്ര മാർക്കിനായിരിക്കും കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് വരിക? അത് നിഖിലേ, എന്താ ഒരു വലിയ ചോദ്യം, അത് എന്താ $1 million ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താ നമുക്ക് ലെറ്റ്സ് നോട്ട് ഗോ ഫോർ എനി പ്രൊഫസീസ് ഓർ പ്രഡിക്ഷൻസ്. അതല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷയുടെ ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഇത് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 640+ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ഫസ്റ്റ് റാങ്കായിട്ട് വരുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഫീഡ്ബാക്കൊക്കെ വെച്ചിട്ട് ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ അതൊക്കെ തമ്മിൽ കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യത. അപ്പം സാറ് പറയുന്നത് ഒരു 640 വെയറബൌട്ട്സ് ഓർ 640+ 2025 നീറ്റിലെ കേരളയിലെ ഫസ്റ്റ് റാങ്ക് ഉണ്ടാവുക നീറ്റിൻ്റെ അല്ലേ? ഇപ്പം നമ്മൾ ടോപ്പ് റാങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ നീറ്റ് 2025 MBBSൻ്റെ അഡ്മിഷൻ കിട്ടാനുള്ള ഗുഡ് ഫോർച്യൂൺ ഉണ്ടാവുന്ന ഏറ്റവും ലോവസ്റ്റ് സ്കോർ എന്തായിരിക്കും, ലോവസ്റ്റ് മാർക്ക് എന്തായിരിക്കും? അത് ഇതിലിപ്പം നേരത്തെ ഞാൻ വലിയ ചോദ്യം എന്താ $1 million ചോദ്യം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി എന്താ 10 million എന്താ വർത്ത് ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഈ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ രീതി വെച്ചിട്ട് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ലാസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് വരെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് മാർക്കിൻ്റെ റേഞ്ചിലേക്കാണ് ഇത് കിട്ടുക എന്നുള്ളത് ജനറലി നമ്മളത് ഫിക്സ് ചെയ്യണം അങ്ങനെയാണല്ലോ ഓരോ വർഷം കഴിയുമ്പോഴും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാറ്റഗറി വൈസ് ഉള്ള അഡ്മിഷൻ വരുമല്ലോ. അപ്പം ജനറൽ കാറ്റഗറിയിൽ പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ OBC കാറ്റഗറി വരുന്ന കുട്ടികൾ, പിന്നെ ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അത് ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്കിനെ കുറിച്ച് നമ്മളൊരു എന്താ കാര്യം പറയുമ്പം അത് കുറച്ചും കൂടി പ്രഡിക്റ്റബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ചോദിച്ച ചോദ്യം അതിനെക്കാട്ടി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ചോദ്യം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത്. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ജനറൽ കാറ്റഗറി ആകുമ്പോൾ ഒരു 540-550 മാർക്സൊക്കെയാണ് നമ്മളത് ജനറൽ കാറ്റഗറിയിൽ നമ്മൾ ലാസ്റ്റിലേക്ക് എന്താ കട്ട് ഓഫ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. OBC കാറ്റഗറി എന്ത് വരും, SC കാറ്റഗറിയിൽ എന്ത് വരും എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണല്ലോ. സാർ, ഈ എക്സാം കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികൾ ഈ എക്സാം എഴുതിയിട്ട് അവരെ സ്കോറിനെ പറ്റിയിട്ട് എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ വിചാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിഞ്ഞ 8-9 മാസം 10 മാസമായല്ലോ ഒരു അധ്വാനത്തിലായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്ത് അവരുടെ ആങ്സൈറ്റി പരീക്ഷ എങ്ങനെയാവുന്നുള്ളതാണ്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവരുടെ ആങ്സൈറ്റി പ്രത്യേകിച്ച് ഇപ്രാവശ്യം പിന്നെ നേരത്തെ പറഞ്ഞ ഒരു അൺയൂഷ്വാലിറ്റീസിലൂടെ കടന്നു പോയത് കൊണ്ട് റിസൾട്ട് എന്താണെന്നുള്ള ആങ്സൈറ്റിയിലാണ്. അതുകൊണ്ട് നമ്മളവരെ വല്ലാണ്ട് സ്ട്രെസ്ഫുൾ ആക്കണ്ട എന്ന് കരുതി എന്താ നമ്മൾ അങ്ങോട്ടായിട്ട് വോളണ്ടർ ചെയ്ത് മാർക്ക് പറയാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കുറേയധികം കുട്ടികൾ നമ്മളെ ഇങ്ങോട്ട് അവരുടെ മാർക്ക് ധൈര്യമായിട്ട് നോക്കി നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ചിലവർ മാർക്ക് നോക്കിയിട്ട് നമ്മളോട് മാർക്ക് നോക്കിയിട്ടുണ്ട്, പക്ഷേ റിസൾട്ട് വരട്ടെ മിസ്സേ എന്ന് ജെസിയോട് പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. ചിലവർ മിസ്സേ ഏതായാലും ഇപ്പോൾ റിസൾട്ട് വരുമല്ലോ അതുകൊണ്ട് മാർക്ക് നമുക്ക് വരുമ്പോൾ അറിയാം എന്ന് പറഞ്ഞ് നോക്കിയിട്ടേ ഇല്ലാത്ത വിഭാഗത്തിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയിരുന്നല്ലോ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിന്ന് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ, നമ്മുടെ മെറ്റീരിയൽസിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മൊഡ്യൂൾ എക്സാമിനേഷൻസിലും പിന്നെ കണ്ട ചോദ്യങ്ങൾ. അപ്പോൾ കണ്ട ചോദ്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളെ കടന്നു പോകാൻ അനുവദിച്ചതുകൊണ്ട് അവർക്ക് ആ എക്സാമിനേഷൻ്റെ പിന്നെ പാനിക് സിറ്റുവേഷൻ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതൊരു പാനിക് ആയില്ല അവർ. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളതിന് എന്താ ഒരു പിന്നെ ക്ലെയിംസ് ഒന്നും പിന്നെ നടത്താൻ ഉദ്ദേശിക്കണില്ല. എങ്കിൽ പോലും എന്താ തീർച്ചയായിട്ടും റിസൾട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കുട്ടികൾ തീർച്ചയായും നന്നായി ചെയ്തിട്ടുണ്ടെന്നുള്ള തീർച്ചയായിട്ടും എല്ലാ കാരണങ്ങളും ഉണ്ട്. ഇപ്പം നീറ്റായാലും NTA മറ്റ് പരീക്ഷകളായാലും ഒരു ഷിഫ്റ്റ് ഇൻ ഡിഫിക്കൽട്ടി ലെവൽ, ഒരു ഷിഫ്റ്റ് ഇൻ ക്വാളിറ്റിയും കാണുന്നുണ്ട് മൊത്തത്തിൽ.
അപ്പോൾ ഇനി 2026 നീറ്റിനാണെങ്കിലും ജെയ്ക്കാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് സാറിന് എന്ത് സ്ട്രാറ്റജിയാണ് ഷെയർ ചെയ്യാനുള്ളത്? അതായത് ഈ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഈ എക്സാമിനേഷൻ്റെ നിലവാരത്തിലൊക്കെ കാര്യമായിട്ട് ലൈറ്ററാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കോവിഡിൻ്റെ ആ ഇളവുകളൊക്കെ അവസാനിച്ചിരിക്കുന്നു, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് ആദ്യം കുട്ടികൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളാണേലും അങ്ങനെയുള്ള കുട്ടികൾ കോവിഡ് വരുന്ന കാലത്ത് എനിക്ക് ഒരുപക്ഷെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിരുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോവിഡിൻ്റെ ആ കാലഘട്ടത്തിൽ നിന്നും പുതിയൊരു കാലഘട്ടത്തിലെത്തി പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ അതിനുള്ള ഇളവുകളൊക്കെ അവസാനിച്ചിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയ മാതിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചെങ്കിൽ മാത്രം പഠിച്ചാൽ പോരാ, മൾട്ടി കോൺസെപ്റ്റലായിട്ടുള്ള മൾട്ടി സ്റ്റേജ് ക്വസ്റ്റ്യൻസാണ് ഇനി ചോദിക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് കണക്കുകൂട്ടി ഇൻഡെപ്തിൽ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത്, മനസ്സിരുത്തി പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ടായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നാലാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ റേസിലെ മെറ്റീരിയൽസിൽ നിന്നുള്ള ചോദിക്കപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ജനറലി അത് കോവിഡ് ആയിരുന്നപ്പോഴും കോവിഡ് അല്ലായിരുന്നപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷനെയും മാനേജ് ചെയ്യാൻ പാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ എല്ലാ കാലവും കൊടുത്തിട്ടുണ്ടായിരുന്ന. അവർക്ക് ഫുൾ ലെങ്ത് ക്ലാസ് ഫ്രം A to Z കംപ്ലീറ്റ് ഓഫ്ലൈനായിട്ട് തന്നെ, അതായത് ഓഫ്ലൈൻ കുട്ടികൾക്ക്, ഓൺലൈനായിട്ടുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ടായിരിക്കും, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഫുൾ ലെങ്ത് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല നമുക്കിവിടെ വി ആർ ഹാവിങ് എ വെരി ഗുഡ് എഡിറ്റോറിയൽ വിങ്. ജനറലി ആ എഡിറ്റോറിയൽ വിങ് എല്ലാ വർഷവും പരീക്ഷയുടെ സ്റ്റാൻഡേർഡ്സ് നോക്കും, സിലബസിൽ വരുന്ന വ്യത്യാസങ്ങൾ നോക്കും. അപ്പോൾ വി ആർ ഹാവിങ് എ വെരി ഗുഡ് എഡിറ്റോറിയൽ ടീം ഹൂ വിൽ ബി updating the materials based on the standards of the questions generally asked based on the updation in the syllabus. അങ്ങനെ എല്ലാ തരത്തിലും വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഡയഗണലി ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടാൽ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ സീസൺ ചെയ്യിച്ചിട്ട് വിടാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എല്ലാ വർഷവും, അതിപ്പോൾ കോവിഡൊന്നും ഇല്ലെന്നുള്ളതല്ല, റേസ് തുടങ്ങിയ കാലം പോലെ അങ്ങനെയാണ്, അത് അപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കുട്ടികൾക്ക് എല്ലാ കാലത്തും ഗുണമായിട്ട് വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ മുൻകാല ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇനി എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്. അതായത് ഒന്ന്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ദേ ഷുഡ് ബി മേക്കിംഗ് എ ഡിസിഷൻ ആൻഡ് ദേ ഷുഡ് ബി വർക്കിംഗ് ഇൻ എ വളരെ ഡിറ്റർമിനേഷനോടുകൂടി അവർ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് എഫേർട്സ് എടുക്കുക. ഈ പുതിയ കാലത്തെ ചോദ്യങ്ങൾക്കനുസരിച്ച് അവർ സബ്ജക്റ്റിനെ നല്ലപോലെ അസിമുലേറ്റ് ചെയ്ത് പഠിക്കാൻ അവർ തയ്യാറാവുക. ഡെഫിനറ്റ്ലി സക്സസ് വിൽ ബി വിത്ത് ദം. ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റി ഇനി കംപ്ലൈന്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവർ സബ്ജക്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ആൻഡ് ദർ ഇസ് നോ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ. എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മനോഹരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും. അതെ. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്.